ജാലകം ചെറിയാൾ പറയും എന്തിനായി വയസ്സായിട്ട് തുള്ളാൻ പോന്ന്, പിന്നെ നിങ്ങൾക്ക് അടങ്ങിക്കോറോ കുറയാൻ തുടങ്ങിയിരിക്കുന്ന പറ്റും. നമ്മളെ നമുക്ക് കഴിയുന്നോണ്ടല്ലേ നമ്മളും പോന്ന്. അതുകൊണ്ട് നമുക്ക് കഴിയുന്നത്തം വരെ പഠിക്കും. ഞാൻ നാരായണീയത്തിന്റെ മോനായിട്ട് പുരുഷമായിട്ടാണ് ആണ്ട വേഷത്തിൽ തന്നെ ഒരു നാടകം കളിച്ച. കാലം മാറിയപ്പോൾ ശാക്തീകരണത്തിന്റെ പൊൻവെളിച്ചം വീശുന്ന വിളക്കാണെന്ന് തിരിച്ചറിയുകയാണ് ഇന്നത്തെ സ്ത്രീത്വം. എന്നെ ഒന്നും ചെയ്യറേ, ഒരു നിവൃത്തിയില്ലാഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നത്. ഈ മോദിയുടെ വരാൻ എനിക്ക് പേടിയുണ്ട്. എന്റെ മോനെ കൊല്ലും. പടുവിലായി ഊർപ്പള്ളി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന തൊഴിലുറപ്പ് അംഗങ്ങളുടെ കൂട്ടായ്മ സർഗ ഊർപ്പള്ളിയുടെ ആത്മാവിഷ്കാരത്തിന്റെ നേർക്കാഴ്ചയിലേക്കാണ് ഈ ജാലകം തുറക്കുന്നത്. ഞാനും എൻ്റെ ഒരു 7 അമ്മമാരും കൂടിയിട്ട് തീരുമാനിച്ച ഒരു നാടകമാണിത്. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കുറച്ച് ആളുകൾ ചേർന്നിട്ട് പൊൻവിളക്ക് നാടകത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ച വിജേഷ് മടപ്പുരക്കൽ. നമ്മളൊരു നൃത്ത നാടകം പോലെയുള്ള സ്ക്രിപ്റ്റ് ആയിട്ടായിരുന്നു ആദ്യം തീരുമാനിച്ചത്. പക്ഷെ നമുക്ക് അതിന്റെ കോസ്റ്റും പിന്നെ അതിന്റെ കുറച്ച് റിസ്ക് ഉള്ളതുകൊണ്ട് നമുക്കിപ്പോൾ പറ്റുന്നത് ഒരു ചെറിയൊരു നാട്ടിൻപുറത്തെ സംഭവമല്ലേ, സാമൂഹ്യ നാടകം പോലെ ഒരു ദൈവത്തിനെയും കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു കൺസെപ്റ്റ് ചെയ്യാന്ന് വെച്ചപ്പോൾ തൊഴിലുറപ്പ് വഴി അതിലൂടെ ഒരു തെയ്യത്തിന്റെ കഥ പറയുന്ന ഒരു സ്റ്റോറിയാണ്. അതൊരു പഴയ കാലത്തെ ഒരു കഥ ഞാനിങ്ങനെ പറയുമ്പോൾ അവരതിനനുസരിച്ച് അതിന് പറ്റുന്നെന്ന് തോന്നിയ കുറച്ച് ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്തു. എല്ലാം കൂടി ഒരു 7 ആളും പിന്നെ 2 കുഞ്ഞുങ്ങളുണ്ട്. അതിൽ എൻ്റെ അമ്മയും ഉണ്ടായിരുന്നു. അമ്മേൻ്റെ അമ്മ മരിച്ചതുകൊണ്ട് ഇതിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. അതല്ലാണ്ട് 6 ആൾക്കാർ. ആദ്യമായിട്ട് അവതരിപ്പിച്ച നമ്മുടെ തൊട്ടടുത്ത് തന്നെ പടുവിലക്കാവ് ക്ഷേത്രമാണ്. അവിടെ ഒരു പാട്ടുത്സവത്തിന് ഭാഗമായിട്ട് ചെയ്ത് കാണികളൊക്കെ നല്ല അഭിപ്രായമായിരുന്നു പറഞ്ഞത്. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. നമ്മൾ പ്രതീക്ഷയ്ക്കും മേലെയുള്ള ഒരു അഭിപ്രായമാണ് എല്ലാവരിൽ നിന്നുണ്ടായത്. ഡാൻസ് പഠിപ്പിക്കുമായിരുന്നു. അങ്ങനെ വന്നിട്ട് ആണ് നാടകത്തിലേക്ക് വന്നത്. നാടകം എന്ന് വെച്ചാൽ ഒരുപാട് നാടകം കണ്ടിട്ടുണ്ട്, ആ ഒരു പരിചയമുള്ളൂ. അതിന്റെ പുറത്താണ് ചെയ്തത്. ഇനി നാടകം തന്നെ ചെയ്യാനാണ് ആഗ്രഹം. ഇനി ഇതുപോലെ നൃത്തം അങ്ങനെ പോകാൻ തന്നെ പരിപാടി. തൊഴിലുറപ്പായിട്ട് നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നവരാണ് എല്ലാവരും. ഫ്രണ്ട് മനുവായിട്ട് വന്നിട്ട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ പുള്ളിന്റെ അമ്മ സിനി ആർട്ടിസ്റ്റാണ്. ആൻഡ്രോയിഡ് കുഞ്ഞപ്പനിലൊക്കെ അഭിനയിച്ചു. ഇന്നാത്താൻ കേസോട് അങ്ങനെ കുറെ സിനിമയിൽ ഫെയിമായ ആളാണ്. ഭാനുമതി പയ്യന്നൂർ അമ്മേന്റെ പേര്. പുള്ളിക്കാരത്തെ നമുക്ക് ശബ്ദമൊക്കെ തന്നത്, അനൗൺസ്മെന്റ് ആയാലും നരേഷൻ ആയാലും നമ്മൾ സഹായിച്ചത്. ഇവരുടെ ഒരു മ്യൂസിക് ഉള്ളതുകൊണ്ട് നമ്മളെ നാടകം നന്നായിട്ട് സക്സസ് ആയത്. അത് എടുത്തു പറയേണ്ട കാര്യമാണ്. കുറച്ചും കൂടി ഒന്ന് നന്നാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആദ്യമായിട്ട് കയറിയതാണ്. ഇനി ഇതിനേക്കാളും കൂടുതൽ നന്നായിട്ട് നമ്മളെ കഴിവിനെ പുറത്തു കൊണ്ടുവരാൻ നമ്മൾ മാക്സിമം ശ്രമിക്കും. അടുക്കളയിൽ നിന്ന് അരങ്ങിലേക്ക് ഇത്രയും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ശക്തി അവരെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. MM ഉഷ. നമുക്കൊരു ഡാൻസ് കളിക്കാം, ആരെല്ലാം ഉള്ള നമുക്ക് എല്ലാവരോടും ചോദിച്ചു നോക്കാം. അങ്ങനെ നമ്മൾ എല്ലാവരോടും ചോദിച്ചു നോക്കി. നമ്മൾ കൂട്ടത്തിൽ ഇപ്പൊ 7 ആൾക്കാരുണ്ട്. 7 ആൾക്കാർ 3-4 കൊല്ലമായി ഡാൻസ് എല്ലാം കളിക്കുന്നു. അപ്പൊ ഇപ്രാവശ്യം ഞാനാന്ന് പറഞ്ഞത് നമുക്കൊരു നാടകം കളിച്ചാലോ. എപ്പം കൈകൊട്ടിക്കളിയും തിരുവാതിരയും മാത്രമാണല്ലോ കളിക്കുന്നത്. നമ്മൾ അതിനെല്ലാം സെറ്റപ്പാക്കി ജിജേഷോട് പറഞ്ഞ് സിമ്പിളായിട്ടുള്ള ഒരു ചെറിയ നാടകം ഒരു തൊഴിലുറപ്പിനെ പറ്റിയിട്ട് എടുത്താലോ. എന്ത് കാര്യമുണ്ടെങ്കിൽ നമ്മൾ 7 ആൾ ഇരുന്ന് ചർച്ച ചെയ്തിട്ട് മാത്രമേ ചെയ്യൂ. ഞാൻ ഇതിൻ്റെ അകത്ത് തിരുവാതിര കളിപ്പിക്കുന്ന ടീച്ചറായിട്ടുണ്ട്, കുടിയൻ കുമാരനായിട്ടുണ്ട്. ആരും കുടിക്കുന്നൊന്നും ഇഷ്ടമല്ല, എന്നാലും ആ വേഷത്തിനെ പറ്റി നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ആണുങ്ങളെ വേഷം എടുത്ത് നമ്മൾ കുടിയനായിട്ട് ഞാൻ അഭിനയിച്ച് ഈ 7 ആളും ഒരു മനസ്സോടുകൂടി നമ്മൾ മുന്നോട്ട് പോകണം. നമ്മൾ ഏറ്റവും വലിയ ആഗ്രഹം. 2 പെൺകുട്ടികളും 1 മോനും. നാടകത്തിലെ ലളിത എന്ന കഥാപാത്രമായ അനില VK. എനിക്ക് നാടകത്തിൽ വരാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. നമ്മൾ ആദ്യമായി ഒപ്പനയായിട്ടാണ് സ്റ്റേജ് കയറിയ. നാടൻ പാട്ടും ഡാൻസും കൊണ്ടെല്ലാം മുന്നോട്ട് പോയത്. അപ്പോൾ ഈ നാടകത്തിൽ എൻ്റെ ഭർത്താവ് വേറും കുടിയനാണ്. എൻ്റെ വീട്ടിൽ ഞാൻ തൊഴിലുറപ്പിന് പോയിട്ടാണ് ജീവിച്ചത്. നമുക്ക് 2 മക്കളുണ്ട്. ഒരു ദിവസം നല്ലോണം കുടിച്ചിട്ട് വരും. കഥാപാത്രത്തിൽ കുമാരൻ്റെ ഭാര്യയായി ലളിത. ഒരു ദിവസം ഓരോ സ്വപ്നം കണ്ട് അങ്ങനെ ആ സ്വപ്നത്തിലേക്ക് കൂടി നന്നായി. അങ്ങനെയാണ് ഈ നാടകത്തിൻ്റെ കഥ. വീട്ടിൽ 4 മക്കളും ഉണ്ട്. അതിൻ്റെ നടുക്കുന്നാണ് ഞാൻ കഷ്ടപ്പെട്ടിട്ട് ഇവിടെ വന്ന് പഠിക്കുക. രാത്രി 7 മണിക്കാണ് ഇവിടെ പഠിക്കാൻ വരിക. നല്ലോണം കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ പഠിക്കാൻ വരുന്നത്. അത്രയും താല്പര്യം കൊണ്ട് ചെറുപ്പത്തിൽ സ്കൂളിൽ നിന്ന് ഒപ്പന പഠിച്ചിന്, പിന്നെ ചെറിയൊരു ഡാൻസ് പഠിച്ചിന്, സ്പോർട്സ് അതിലെല്ലാം വിജയിച്ചിന്. തൊഴിലുറപ്പിൽ പോകാൻ തുടങ്ങിയിട്ട് ഒരു 10-13 വർഷമായിട്ടുണ്ട്. കഴിയുന്ന കാലം വരെ മുന്നോട്ട് പോകാൻ തന്നെയുള്ളത്. നാടകാവതരണത്തിൽ സാങ്കേതിക സഹായം നൽകിയ നാടക സിനിമാ പ്രവർത്തകയായ ഭാനുമതി പയ്യന്നൂർ. ഞാൻ വളരെ ചെറുപ്പത്തിലെ നാടകരംഗത്ത് വന്നത്
പിന്നീട് പ്രൊഫഷണൽ ട്രൂപ്പിൽ പോയി. അവിടെയും ഒരുപാട് വർഷം ഉണ്ടായിരുന്നു. സ്റ്റേജ് ഇന്ത്യ എന്റർടൈനേഴ്സ് കോഴിക്കോട്, ചിരന്തന, തിരുവനന്തപുരം വേണുകുട്ടൻ നായർ കാർത്തിയാനി തിയേറ്റേഴ്സ്. അവിടെ EMSന്റെ അമ്മയായിട്ട് അഭിനയിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. കുറെ ആളെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, അതിലൂടെയാണ് എനിക്ക് കിട്ടിയത്. സിനിമയിലേക്ക് എത്തി. ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ അതായിരുന്നു ആദ്യത്തെ പടം. പിന്നെ 10-50 പടം ചെയ്തു. ഇവിടത്തേക്ക് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാല് മോന്റെ സുഹൃത്താണ് ജിജേഷ്, സംവിധായകനും നാടകകൃത്തും. നല്ല സ്ക്രിപ്റ്റ് ആയിരുന്നു. എന്റെ മോനാണ് മ്യൂസിക്, ലൈറ്റ്, പിന്നെ സെറ്റ് ഇതൊക്കെ ഇതിൽ ചെയ്തത്. അങ്ങനെ മോനിലൂടെയാണ് ഞാനിവിടെ എത്താൻ കാരണം. എല്ലാവരും ചെയ്യുന്നുണ്ട്, എന്റെ ശബ്ദങ്ങളും ഉണ്ട് ഈ നാടകത്തിൽ. വീട്ടമ്മമാരാണ് എല്ലാവരും, തൊഴിലുറപ്പുകാരാണ്. ഇതുവരെ ഈ നാട്ടിൽ നാടകമൊന്നും കളിച്ചിട്ടില്ല. അപ്പൊ ഇവരിലൊരു കല ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പറഞ്ഞു കൊടുക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. കുറച്ച് പറഞ്ഞു കൊടുത്തു. നന്നായിരുന്നു ഇവരെ നാടകം. പിന്നെ ജിജേഷും തർക്കമില്ല, മോനും ഒന്നിച്ചും കൂടിയിട്ട് ഇവര് യോജിച്ച് നാടകം ചെയ്തു. ഇനി ജനുവരി 2 ഇവിടെ അമ്പലത്തിൽ തന്നെ ഇവർക്ക് ബുക്കിംഗ് കിട്ടിയിട്ട് ആ നാടകം കൂടി എനിക്ക് കാണണമെന്നുണ്ട്, അന്ന് വരണമെന്നുണ്ട്. ഇത്ര മാത്രമേ എനിക്ക് പറയാനു. എൻ്റെ പേര് സുധാ ആർക്കെ, വേങ്ങാട്. രാത്രിയാണ് നമ്മൾ ഡാൻസ് പഠിക്കുന്നതും നാടകം കളിക്കുന്നതിൽ. 7 മണിക്കാണ് വരിക. എൻ്റെ ഭർത്താവ് ഇവിടെ കൊണ്ടാക്കും. 9 മണിക്ക് കൂട്ടാൻ വരും. അങ്ങനെയാണ്. മറ്റു നടന്നു വരേണ്ട ദൂരമൊന്നുമല്ല. അതുകൊണ്ടാണ് എനിക്ക് വരാൻ പറ്റുന്നത്. ഞാൻ 1 വർഷമായുള്ളൂ ഇവരൊന്നിച്ച് കൂടിയിട്ട്. സ്കൂൾ പഠിക്കുന്ന സമയത്തേ ഡാൻസിനോട് ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോൾ 50 വയസ്സ് 52 വയസ്സായതാണ്. സാഹചര്യം കൊണ്ട് കളിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പം പഠിപ്പിക്കുന്ന മോനും ഇവിടെയുള്ള എല്ലാവരും സഹകരിച്ച് നമ്മളിങ്ങനെ പോകുന്നുണ്ട്. നാടകവും കളിക്കാൻ കഴിഞ്ഞ്. നാടകത്തിൽ നാരായണിയേട്ടൻ്റെ മോൻ്റെ ഭാര്യ ആണ് പുരുഷു എന്ന് പറഞ്ഞവൻ്റെ ഭാര്യ. വീട്ടിൽ ഭർത്താവും 2 മക്കളാണ്. ഇത്രയും കഴിയുന്നിടത്തോളം പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. ചെറുപ്പത്തിൽ ഡാൻസ് കളിച്ചിട്ടുണ്ട്, വേറെ ഒന്നുമില്ല. അന്നേരം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. ഞാൻ ആദ്യം തൊഴിലുറപ്പിനെല്ലാം പോയ ആളാണ്. മേറ്റായിട്ട് കുറെ പണിയെടുപ്പിച്ചിട്ടുണ്ട്, പണിയെടുത്തിട്ടുമുണ്ട്. ശോഭ CP. ഇപ്പൊ ഞാൻ ഹെൽത്തിൽ വർക്ക് ചെയ്യുന്നതാണ്. അറ്റൻഡറായി വേങ്ങാട് PHCയിലാണ്. അപ്പൊ നൈറ്റ് പോണ്ട. അപ്പൊ നൈറ്റാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വരിക. എനിക്ക് കാലിനൊരു ചെറിയൊരു പ്രശ്നമുണ്ട്. എല്ലാരും ഇങ്ങനെ ഡാൻസ് കളിക്കുമ്പോൾ മനസ്സിലുണ്ട് കളിക്കണം, പക്ഷെ എങ്കിൽ ആരോഗ്യം പ്രശ്നമാണല്ലോ. പിന്നെ ഈ നാടകത്തിൽ നമ്മൾ തുടങ്ങി. അപ്പൊ എന്റെ വേഷം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ മേറ്റായിട്ടാണ് ആദ്യം വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ പ്രായമുള്ളൊരു മനുഷ്യനായിട്ടാണ്, കണാര എന്ന് പറഞ്ഞ. എല്ലാ പെണ്ണുങ്ങളെ നിങ്ങളെന്നാ കുശുശുക്കുന്നേ? ഒന്നുമില്ല കണാരാട്ടാ. അപ്പൊ അവരെന്നോട് പറയും ആടെ കയറുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളങ്ങ് പോറാ. എന്റെ പറമ്പത്തെ കയറുന്നത് എനക്കറിഞ്ഞൂടെ? ഇനി മുമ്പോട്ട് ആരോഗ്യം ഇതാണെങ്കിൽ ഞാൻ മുന്നോട്ട് വരപ്പം. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല. ദൂരെ നിന്ന് നോക്കിയതാണ്. ആഗ്രഹം മനസ്സിൽ എപ്പോ ഉണ്ട്. തിരുവാതിര കളിക്കുന്ന അതും കൂടി ഒന്ന് കയറണം. സർക്കാർ ടീമിന്റെ കൂടെ എല്ലാ സഹായത്തിനും ഉണ്ടാകുന്നുണ്ട്. നാടകം അരങ്ങിലെത്താൻ സഹായിയായി പ്രവർത്തിച്ച K. പ്രേമൻ. എന്റെ ഭാര്യയാണ് നാടകത്തിൽ അഭിനയിക്കുന്നത്, അനില. ഇവര് പുരാണ നാടകം പഠിക്കുന്നുണ്ടപ്പോ ഞാൻ ഭാര്യയോട് പറഞ്ഞു, ഈ പുരാണ നാടകം നിങ്ങൾ നടക്കൂലേ, പൈസ കയ്യിലുണ്ടെങ്കിൽ നടക്കൂ. ഇവർ പറഞ്ഞു നമ്മൾ നോക്കട്ടെ. ഞാൻ പറഞ്ഞു സാമൂഹിക നാടകം നോക്കിക്കോ, എന്നാലേ നടക്കും. അപ്പൊ ഇവർ നാടകം അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോ സംഗതി ഉഷാറായി. നാടകം പടയിലാക്കാവിൽ അവതരിപ്പിച്ചപ്പോ സ്റ്റേജിലെ ഒന്ന് കയറി മ്യൂസിക്കെല്ലാം കേട്ടപ്പോ ആളെല്ലാവരും ഞെട്ടിപ്പോയി. അങ്ങനെയല്ല അവതരിപ്പിക്കുന്നുള്ളൂ. പിന്നെ നാടകം കഴിഞ്ഞപ്പോ എല്ലാവരും വന്ന അനുമോദനം. എല്ലാവരും സ്റ്റേജിൽ കയറി വരുന്നു. ഒരു ഓപ്പൺ സ്റ്റേജിൽ ഇങ്ങനെ ഒരു നാടകം അവതരിപ്പിക്കാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു അത്ഭുതം തന്നെയാണ്. ആരും യാതൊരു ബന്ധവുമില്ലാതെ ആക്കുന്നത്. നല്ല അഭിപ്രായം എല്ലാവരും. 2ാമത് സ്റ്റേജും കൂടി കിട്ടി, എല്ലാവരും കണ്ടിട്ടില്ല. അപ്പൊ നാടകം നല്ലതെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് കാണാത്തവർക്കും കാണണം എന്നുള്ളൊരു ആഗ്രഹം വന്ന് പിന്നെ ആയിലാഫ് ക്ഷേത്രത്തിൽ 2-ാം തീയതി അവതരിപ്പിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഈ ഏരിയയിൽ മുമ്പേ എല്ലാം നല്ല നാടകം ഉണ്ടായിരുന്നു. ഞാൻ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, കുറെ സ്കൂളിൽ നിന്നും ഈ സ്റ്റേജിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ ഏരിയയിൽ ഇപ്പം നാടകം വളരെ കുറവാണ്. ഒരു മാറ്റം വരണല്ലോ. നൃത്തത്തെ ഒരുപാട് സ്നേഹിക്കുന്നു N. ശാന്ത. പ്രായമുള്ള ആളെല്ലാം കളിക്കുന്നുണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആദ്യമേ ഡാൻസോട്. ഡാൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവ. എനിക്ക് 63 വയസ്സായി. അങ്ങനെ ഡാൻസ് കളി 5ാമത്തെ കൊല്ലായത്. എല്ലാ ക്ഷേത്രങ്ങളിലും സ്കൂളുകളിലും കൈകൊട്ടിക്കളി, തിരുവാതിര എല്ലാം കളിക്കാൻ തുടങ്ങി. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇക്കൊല്ലം നമ്മൾ പറഞ്ഞു പടൂലക്കാവില് നമുക്കൊരു വെറൈറ്റി ആക്കിയിട്ട് ഒരു നാടകം കളിച്ചാലോ എന്ന്. അങ്ങനെ നമ്മൾ ജിജേഷോട് ചോദിച്ച്, ജിജേഷ് നമ്മളെ ഒരു നാടകം പഠിപ്പിച്ചു തരോ? അത് ഉഷിയാന്ന് പറഞ്ഞ നമുക്ക് നാടകം കളിക്കാം. അങ്ങനെ നമ്മളൊരു നാടകം പഠിച്ചോണ്ടിന്ന്. പിന്നെ ഇതിനെല്ലാം വലിയ പൈസ വരും, നമുക്കങ്ങനെ കൈമേലും എടുക്കാനില്ലല്ലോ. തൊഴിലുറപ്പിനെല്ലാം പോയിട്ട് കഴിയുന്നതല്ലേ. നാരായണിയായിട്ട് അന്ന് ഞാൻ ഒരു മോനുണ്ട്, പുരുഷു ഭാര്യ. ഓന് എപ്പോഴും വിശ്വാസക്കുറവാ. അങ്ങനെ അനക്കും ഒരു കാലം സൗകര്യമില്ല. അന്നെ അടിയും കുത്തും തൊഴിയും എല്ലാം തന്നെ. നമ്മളൊന്നും പഠിച്ചിട്ടുമില്ല. എന്റെ 2 മക്കളും അമ്മ എന്ത് കളിക്കുന്നു അവർക്ക് ഇഷ്ടമാണ്, നമുക്ക് സന്തോഷാന്ന് പറയാം. നമ്മള് അടുത്ത തിരുവാതിരയാണ്. ആ തിരുവാതിര കളിച്ചിട്ടാണ് നമ്മളിപ്പോ അടുത്ത അമ്പലത്തിൽ ഈ നാടകം കളിക്കണ്ടേ. എന്തായാലും ആടുന്ന് നാടകം കളിക്കണമെന്ന് അവര് കമ്മിറ്റിക്കാർ പറഞ്ഞ്
ഇവിടെ അയിലാപ്പുറത്ത് ക്ഷേത്രത്തിലാണ് തിരുവാതിര നാടകവും അവിടെയാണ്. ഇവിടെ ഒരു മുത്തപ്പ ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ നാടകമായാലും ഡാൻസ് ആയാലും അത് ഒരിക്കലും ഒഴിവാക്കില്ല, എപ്പോഴും കളിക്കും. പിന്നെ വേങ്ങാട് മണ്ണകത്തുനിന്ന് കൈകൊട്ടിക്കളിയായാലും തിരുവാതിരയായാലും അവിടുന്ന് കളിക്കലുണ്ട്. അവര് നമ്മളെ വിളിക്കും. ഈ തൊഴിലുറപ്പ് പദ്ധതി തുടങ്ങിയ മുതൽ അന്നേരെ തൊഴിലുറപ്പിലുണ്ട്. എന്റെ പേര് ദക്ഷന്ത്. എന്റെ റോള് ഒരു വിളക്ക് ഇങ്ങനെ അച്ഛന് കാണിച്ചു കൊടുക്കുന്നതാണ്. അച്ഛൻ മമ്മേനെ അടിക്കും, അന്നേരം ഞാൻ ഇങ്ങനെ മാറ്റുന്നതാണ് എന്റെ റോള്. നാടകവും പഠിപ്പെല്ലാം കൊണ്ടാണോ. അനൈക സജേഷ്. പുരുഷ എന്റെ അച്ഛനാണ്. അന്ന വെള്ളമാണ് അഭിനയിക്കല്. ദൈവം അന്ന രക്ഷിക്കും. ഇങ്ങനെ ഞാൻ തോതു പോവും. പേര് പ്രസീത CK. 2 മക്കളാണ്. അതെല്ലാം നല്ല സപ്പോർട്ടാണ് ഭർത്താവ്. ചെറിയാള് പറയും എന്തിനായി വയസ്സായിട്ട് തുള്ളാൻ പോന്ന്, പിന്നെ നിങ്ങൾക്ക് അടങ്ങിക്കുറോ കുറേ ആരം തുടങ്ങിയിട്ട് മറ്റേ കുറവ് നമ്മൾ കഴിയുന്നോണ്ടല്ലേ നമ്മളും പോന്ന്. അതുകൊണ്ട് നമുക്ക് കഴിഞ്ഞത്തം വരെ പഠിക്കുന്നു. ഞാൻ നാരായണീയത്തിന്റെ മോനായിട്ട് പുരുഷമായിട്ടാണ്. മുണ്ട് അങ്ങനെ മാടിക്കെട്ടിയിട്ടും ആണ്ട വേഷത്തിൽ തന്നെ. മക്കളെല്ലാം നല്ല സപ്പോർട്ടാണ്. ഈ നാടകത്തിൽ സംഗീതത്തിനൊപ്പം ശബ്ദവും വെളിച്ചവും ഒരുക്കിയ മനു പയ്യന്നൂർ. ഞാൻ ഈ പൊൻവിളക്ക് നാടകത്തിൽ വരുന്നത് ഈ നാടകത്തിലെ രചനയും സംവിധാനം നിർവഹിച്ച ജിജേഷ് മടപ്പുരയ്ക്കൽ എൻ്റെ ഒരു സുഹൃത്താണ്. ഒരു നാടകം എടുക്കണമെന്നുണ്ട്, അപ്പോൾ അതിനുവേണ്ട സഹായങ്ങൾ ചെയ്തു തരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ അതിൽ മ്യൂസിക് ലൈറ്റും ചെയ്തു കൊടുക്കുന്നത്. ഇവർ നന്നായിട്ട് ചെയ്തു. 15 വർഷമായിട്ട് പ്രൊഫഷണൽ നാടക ട്രൂപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് ഈ നാടകത്തിന് കുറച്ചും കൂടി നന്നാക്കാൻ പറ്റിയെന്ന് തോന്നി. സെറ്റ് കർട്ടൻ ഞാൻ സംഘടിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മേക്കപ്പിന് വേണ്ട സാധനങ്ങൾ വീട്ടിലുള്ള ലൈറ്റ് ഉപയോഗപ്പെടുത്തിയിട്ട് അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാൻ പറ്റി. കുറച്ച് വയലിനൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ വള്ളുവനാട് നാദം കമ്മ്യൂണിക്കേഷൻ സ്റ്റേജിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ദീപസംവിധാനം കൂടി ചെയ്യാറുണ്ട്. ഞാനും അമ്മയും കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇവർ എല്ലാവരും ആദ്യമായിട്ടാണ് ഈ വേദിയിലേക്ക് വരുന്നത്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇവർ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എല്ലാവരും കുടുംബത്തിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടെന്ന് തോന്നുന്നു. അത് ഒരു നല്ലൊരു വിജയമായിട്ട് തോന്നുന്നു. ഒരുപാട് വർഷമായിട്ട് ഇവിടെ നാടകം കളിക്കാറില്ല. ഗ്രാമീണ നാടകവേദികൾ ഇപ്പോൾ കുറവാണ്. ആൾക്കാർക്ക് ഇതിലേക്ക് വരാനുള്ളൊരു പ്രയോജനം കൂടിയാണ് ഇവർ. വിധിയുടെ വാളിനാ മുറിയുമി മനുജനെ മനസ്സിലെ മുറിവുകൾ മായുമോ. കഴിയിൽ മൂഢനായി വേഷത്തിൻ അടിമയായി വലയതിനിരകളായി മാറുമോ. കവിനുള്ളിൽ തിരിയായി കത്തി നിന്ന ദീപം ഊറുന്നാകെ ചുറ്റിടുന്ന ജ്വാലയാകുമോ. സർഗശേഷിയുടെ പൊൻവിളക്കുമായി സ്ത്രീ കൂട്ടായ്മ. പടുവിലായി തൊഴിലുറപ്പ് തൊഴിലാളികൾ ഒരുമിച്ച് ചേർന്ന സർഗ ഊർപ്പള്ളിയെക്കുറിച്ചുള്ള ജാലകം സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു H. കൂടെ CK രാജശ്രീ. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിച്ചത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോർപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ NCDC കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാകും. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ്ണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.